കനത്ത മഴയിൽ വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട് മാത്തോട്ടത്ത് റെയിൽവേ ട്രാക്കിൽ മരം വീണു. കണ്ണൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 8 വയസ്സുകാരിക്ക് പരിക്കേറ്റു. കോഴിക്കോട് വടകരയിൽ കടലാക്രമണം രൂക്ഷമായി. വയനാട് ചുരൽമല സ്കൂൾ റോഡിൽ വെള്ളം കയറി. ഇന്ന് രാവിലെയാണ് കോഴിക്കോട് മാത്തോട്ടത്ത് ട്രാക്കിൽ മരം പൊട്ടി വീണത്. റെയിൽവേയുടെ വൈദ്യുതി ലൈനും തകരാറിലായി. ഇതോടെ മണിക്കൂറുകളോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ട്രാക്കിനോട് ചേർന്ന് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റാൻ റെയിൽവേ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇവിടെ ഈ ഒരു മരമുണ്ട്, ഇതൊന്ന് അങ്ങോട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇതും കടപുഴകി വീഴാനുള്ളതാണ്. അപ്പോൾ ഇത് വീണതിൻ്റെ ശേഷം ചെയ്യാതെ അതിനുള്ള ഒരു സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങൾ എന്നുള്ള നിലയ്ക്കും പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്കും നമുക്ക് പറയാനുള്ളത്. അപകടം നടന്ന സ്ഥലം മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു. കോഴിക്കോട് വടകരയിൽ ശക്തമായ കടൽക്ഷോഭത്തിൽ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. ശക്തമായ കാറ്റിൽ അട്ടപ്പാടിയിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു. നക്കുപതി പിരിവിൽ സണ്ണിയുടെ വീടാണ് തകർന്നത്. കണ്ണൂർ ചെറുപുഴയിൽ പശുത്തൊഴുത്ത് തകർന്ന് ക്ഷീരകർഷകനും പരിക്കേറ്റു. കൂമ്പൻകുന്നിലെ മേരിക്കാണ് പരിക്കേറ്റത്. തളിപ്പറമ്പിൽ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 8 വയസ്സുകാരിക്ക് പരിക്കേറ്റു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നു. വയനാട്ടിലും മഴ ശക്തമാണ്. ചൂരൽമല സ്കൂൾ റോഡിൽ വെള്ളം കയറി. മീഡിയ 1 കോഴിക്കോട്.